കാര്യമാണ്. കാരണം ഡ്രൈ ആസിഡ് HCl ഡ്രൈ ഹൈഡ്രജൻ എന്നൊക്കെ പറഞ്ഞ് പല ക്വസ്റ്റിനകത്ത് വരുന്നുണ്ട്. അപ്പോ ഈ ആസിഡിന്റെ പ്രത്യേകത കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ HCl H+ അയോൺസും Cl- അയോണും ആയിട്ട് ഇത് ഡികമ്പോസ് ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ആസിഡിന്റെ പ്രത്യേകത അവിടെ കിട്ടുള്ളൂ. അപ്പോ HClന്റെ പ്രത്യേകത HCl വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അക്വസ് സൊല്യൂഷനിൽ ആണെങ്കിൽ സ്പ്ലിറ്റ്സ് ഇൻടു അയോൺസ് H+ അയോൺസും Cl- അയോൺസും ആയിട്ട് മാറും. CBSE 10ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആസിഡ്സ് ബേസസ് ആൻഡ് സോൾട്സ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഓണിയൻ സ്ലൈസ് എടുത്തിട്ട് ചെക്ക് ചെയ്തൊരു ആക്ടിവിറ്റി ഉണ്ട്, അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഈ ഓണിയൻ ഒരു പഞ്ചന്റ് സ്മെല്ലിംഗ് തുളച്ച് കയറുന്ന ഒരു സ്മെല്ലായിരിക്കും ഉണ്ടാവുക. പച്ച ഉള്ളി എടുത്തിട്ട് നമ്മൾ മണത്ത് നോക്കുക. ഇനി അതിനെ ആ സൊല്യൂഷനിലേക്ക് ഇടുന്നു. അപ്പോ ഫസ്റ്റ് സൊല്യൂഷനിൽ ഓണിയൻ സ്മെൽ അവിടെ ഉണ്ട്, സെക്കൻഡ് സൊല്യൂഷനിൽ ഓണിയൻ സ്മെല്ല് പോയി. അപ്പോ രണ്ട് സൊല്യൂഷൻ വ്യത്യാസം ഉണ്ടായിരിക്കാം. ഫസ്റ്റ് സൊല്യൂഷൻ ആസിഡ് ആണ്, സെക്കൻഡ് സൊല്യൂഷൻ ബേസ് ആണ്. In acid, smell of onion remains same, but in base smell goes off. Olfactory indicators എന്ന് പറഞ്ഞാൽ since this indicator works on smell, അതുവരെ നമ്മൾ ഇതിന് മുമ്പ് നോക്കിയതല്ല, നമ്മൾ കളർ ചേഞ്ച് ആയിരുന്നു നോക്കിയത്. ബട്ട് ഇവിടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന സ്മെല്ല് വെച്ച് അങ്ങനെ ചെയ്യുന്ന അങ്ങനെയുള്ള ഇൻഡിക്കേറ്റേഴ്സിനെയാണ് നമ്മൾ ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഒണിയൻ ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഒണിയന്റെ പ്രത്യേക ആസിഡില് ഓർഡർ റിമെയിൻസ് ആസ് ഇറ്റ് ഈസ്, അതിന്റെ സ്മെൽ അങ്ങനെ തന്നെ ഉണ്ടാവും. പക്ഷെ ബേസിൽ ആ സ്മെല്ല് പോകും. അപ്പോ ആസിഡ് ആണോ ബേസ് ആണോ എന്ന് അറിയാൻ നമുക്ക് ഒരു സവോള മുറിച്ച് വെച്ചാലും മതി. ആസിഡിൽ മുക്കിയാൽ അതിന്റെ സ്മെല്ല് എവിടെ ഉണ്ടാവും, ബേസ് ആണ് ആ സ്മെല്ല് പോകും. അങ്ങനെ നമുക്ക് കളർ അല്ലാണ്ട് സ്മെല്ല് വഴി തിരിച്ചറിയാൻ പറ്റും. അതാണ് ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ്. Certain substances with order change in acidic or basic medium are known as olfactory indicators. അപ്പോ ഒന്നാണ് ഒണിയൻ, നീൽഗിരി, അങ്ങനെയുള്ള. അപ്പൊ ഇതിന്റെ പ്രത്യേകത ഒന്നുകൂടെ പറയുന്നു. ആസിഡില് ഓർഡർ റിമെയിൻസ് ആസ് ഇറ്റ് ഈസ്, ആസിഡിൽ അതിന്റെ സ്മെൽ അവിടെ തന്നെ ഉണ്ടാവും. ബേസിൽ അതിന്റെ ഓർഡർ മാറും. ഇനി യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റേഴ്സ്. മിക്സർ ഓഫ് സെവറൽ ഇൻഡിക്കേറ്റേഴ്സ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ. ആസിഡിൽ ഉള്ള പ്രത്യേകത ന്യൂട്രലിൽ പ്രത്യേകതയില്ല, ആൽക്കലിയിലുള്ള പ്രത്യേകത അതാണ് ഈ പേരിൽ കാണിച്ചിരിക്കുന്നത്. യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ നോട്ട് ഓൺലി ടെൽ us whether the given solution is acid or a base, but we can also judge how strong an acid or base can be. അപ്പൊ ഇവിടെ നമുക്ക് ഈ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ചേർത്ത് കഴിഞ്ഞാൽ ഈ കളർ ചേഞ്ച് ഉണ്ടാവും. അപ്പൊ ഈ കളർ ചേഞ്ച് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആസിഡ് ആണോ ബേസ് ആണോ, മാത്രമല്ല സ്ട്രോങ് ആസിഡ് ആണോ വീക്ക് ആസിഡ് ആണോ എന്നൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ കെമിക്കൽ ഡെഫിനിഷൻ ഓഫ് ആസിഡ്സ്, മിനറൽസ് ആൻഡ് ഓർഗാനിക് ആസിഡ്സ്. കെമിക്കൽ ഡെഫിനിഷൻ ഓഫ് ആസിഡ് ആൻഡ് ബേസ്. ആസിഡ് HCl aqueous solution ആസിഡ് ആണ്. വെൻ ഡിസോൾവ് ഇൻ വാട്ടർ, സാധാരണ ആസിഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യാൻ, അതാണ് aqueous solution എന്ന് പറയും. aqueous solution ആയാൽ അതിന്റെ പ്രത്യേകത H+ അയോൺസും Cl- അയോൺസുമായിട്ട് മാറും. ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഡ്രൈ ആസിഡ് HCl ഡ്രൈ ഹൈഡ്രജൻ എന്നൊക്കെ പറഞ്ഞ് പല ക്വസ്റ്റിനകത്ത് വരുന്നുണ്ട്. അപ്പോ ഈ ആസിഡിന്റെ പ്രത്യേകത കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ HCl H+ അയോൺസും Cl- അയോണും ആയിട്ട് ഇത് ഡികമ്പോസ് ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ആസിഡിന്റെ പ്രത്യേകത അവിടെ കിട്ടുള്ളൂ. അപ്പോ HClന്റെ പ്രത്യേകത HCl വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അക്വസ് സൊല്യൂഷനിൽ ആണെങ്കിൽ സ്പ്ലിറ്റ്സ് ഇൻടു അയോൺസ് H+ അയോൺസും Cl- അയോൺസും ആയിട്ട് മാറും. ഇനി H2SO4 അതും അക്വസ് സൊല്യൂഷൻ ആണ്. അവിടെ 2H+ അയോൺസ് നോട്ട് ചെയ്ത് നോക്കുക. H+ അയോൺസ് അവിടെ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ SO4 2- അയോൺസും ഉണ്ടാകുന്നുണ്ട്. കാരണം ഇവിടെ ഇക്വേഷൻ ബാലൻസ് ആണ് നോക്കുക. H2SO4. അപ്പൊ നമുക്ക് 2H വേണം, ഇവിടെ 2H ഉണ്ട്, 2H അവിടെ ഉണ്ട്. ഇനി വാലൻസി ഓഫ് സൾഫേറ്റ് അയോൺ ഈസ് 2. ഇവിടെ സൾഫേറ്റ് അയോൺസ് 2 ആണ്. H2 2H, ഇവിടെ SO4, ഇവിടെ 2- അയോൺസ്, ഇവിടെ 2H+ അയോൺസ് ഉണ്ടാവുന്നുണ്ട്, ഇവിടെ 2- അയോൺസും ഉണ്ടാവുന്നുണ്ട്. സബ്സ്റ്റൻസ് വിച്ച് വെൻ ഡിസോൾഡ് ഇൻ വാട്ടർ ഗീവ് H+ അയോൺസ് ആർ കോൾഡ് ആസ് ആസിഡ്സ്. സബ്സ്റ്റൻസ് വിച്ച് വെൻ ഡിസോൾഡ് ഇൻ വാട്ടർ give H+ ions are called as acids. MgOH dies ഇത് സോളിഡ് ആണ്. Mg2+ aqueous, അതുപോലെ 2OH- KOH aqueous ആണ്. K+ aqueous plus OH- aqueous. അപ്പൊ ഇവിടെ ഉണ്ടായ പ്രത്യേകത മുകളില് ആസിഡിന്റെ ഉണ്ടായത് നമുക്ക് H+ അയോൺസ് ആണ് ഉണ്ടായിരുന്നത്, ഇവിടെ OH- അയോൺസ് ആണ് ഉള്ളത്. അപ്പോ H+ അയോൺസ് ഉണ്ടാവുന്നതിനെ നമ്മൾ ആസിഡ് എന്ന് പറയാം. അതുപോലെ
OH മൈനസ് ഉണ്ടാവുന്നതായിരിക്കും ബേസ്. സബ്സ്റ്റൻസ് വിച്ച് വെൻ ഡിസോൾഡ് ഇൻ വാട്ടർ give OH minus ions are called as bases. Substance which when dissolved in water give OH minus ions are called as base. In organic acids, the acid present in plants and animals are called organic acids. Acids are classified into two types: organic acid, mineral acids. Some of the organic acids are citric acid, lactic acid, tartaric acid, oxalic acid, etc. നമുക്ക് സാധാരണയായിട്ട് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന നമ്മൾ ആദ്യത്തെ പിക്ചറിൽ പറഞ്ഞിരുന്നു നാരങ്ങയിൽ നിന്ന് കിട്ടുന്ന അങ്ങനെയുള്ള ആസിഡ്. മാംഗോ, അതിൽ പുളിയുള്ള സബ്സ്റ്റൻസ് ആണ് മാംഗോ, അതിൽ ആസിഡാണ്. ടർമറിന്റെ പുളി, സാധാരണ പുളി, അതിൽ ആസിഡ് ഉണ്ട്. ഓറഞ്ചിൽ ആസിഡ് ഉണ്ട്, ഗ്രേപ്സിലുണ്ട്, ലെമണിലുണ്ട്. മിനറൽ ആസിഡ്, the acid prepared from the minerals of earth are called mineral acids. Organic acid പറഞ്ഞു, ഇനി അടുത്തത് മിനറൽ ആസിഡ്. The acid prepared from the minerals of the earth are called mineral acids. Sulfuric acid, അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആസിഡ്, H2SO4, സ്ട്രോങ് ആസിഡ് ആണ്. അതുപോലെ ഹൈഡ്രോക്ലോറിക് ആസിഡ്, HCl. നൈട്രിക് ആസിഡ്, HNO3. Concentrated mineral acids are very dangerous in laboratory. Acids are generally mixed with water to dilute them. Such acids are called dilute acid. Concentrated mineral acids are very dangerous. ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. In laboratory, acids are generally mixed with water to dilute them. Such acids are called dilute acids. അവിടെ ഒരു ഓർത്തിരിക്കേണ്ട കാര്യം പറയുന്നുണ്ട്, ക്വസ്റ്റൻ ആയിട്ട് വീണ്ടും വരുന്നതാണ്. Always add acid into water to avoid any accident. വീണ്ടും അത് പ്രത്യേക ടെക്സ്റ്റിൽ ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ആവുന്നത്, എക്സോതെർമിക് പ്രോസസ് ആണ്, അതൊക്കെ വീണ്ടും പറയും. പക്ഷെ ഇപ്പോ ഓർത്തിരിക്കുക, ഓൾവേസ് ആഡ് ആസിഡ് ഇൻ ടു വാട്ടർ ടു അവോയ്ഡ് എനി ആക്സിഡന്റ്. ഇനി ഇത് എക്സാമ്പിൾ. ക്ലാസിഫിക്കേഷൻ ഓഫ് ആസിഡ് ആൻഡ് ബേസസ് ഡിപ്പെൻഡിങ് ഓൺ ദ നമ്പർ ഓഫ് H+ ആൻഡ് OH മൈനസ് ions. Strong acid, acid which give more number of hydrogen ions in aqueous solution are called strong acid. HCl, HNO3, അതുപോലെ സൾഫ്യൂരിക് ആസിഡ്, ഇതൊക്കെ എക്സാമ്പിൾസ്. HCl aqueous solution. H+ Cl മൈനസ് ions ആണ് അവിടെ ഉണ്ടാകുന്നത്. All mineral acids are strong except carbonic acid. കാർബോണിക് ആസിഡ് ഒഴികെ ബാക്കിയുള്ള മിനറൽ ആസിഡ്സ് എല്ലാം സ്ട്രോങ് ആസിഡിന്റെ ഗണത്തിൽ പെടുന്നു. ഇനി വീക്ക് ആസിഡ്, the acids which gives less number of hydrogen ions in aqueous solution are called weak acid. CH3COOH വീക്ക് ആസിഡ് ആണ്. അപ്പോൾ ഓർത്തിരിക്കുന്ന ഒരു കാര്യം, സ്ട്രോങ് ആസിഡും വീക്ക് ആസിഡ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് ആസിഡും ഡൈല്യൂട്ട് ആസിഡും അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. കോൺസെൻട്രേറ്റഡ് ആസിഡ് വേറെ, ഡൈല്യൂട്ട് ആസിഡ് വേറെ. ഈ സ്ട്രോങ് ആസിഡും വീക്ക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പറഞ്ഞ HCl പോലെയുള്ളതൊക്കെ സ്ട്രോങ് ആസിഡ് ആണ്. പക്ഷെ ഇത് ഓക്കെ അസിഡിക് ആസിഡ് പോലെയുള്ളതൊക്കെ, സിട്രിക് ആസിഡ് ഒക്കെ വീക്ക് ആസിഡ് ആണ്. All organic acids are weak acids. The dilute solution of weak acid are quite safe to drink. വീക്ക് ആസിഡ് ആണെങ്കിലും അതിന്റെ ഡൈലൂട്ട് സൊല്യൂഷൻ നമുക്ക് കുടിക്കാൻ വരെ പറ്റുന്നതാണ്, പക്ഷെ സ്ട്രോങ് ആസിഡിന് പറ്റില്ല. They are used as food ingredients. ഫുഡിലൊക്കെ ചേർക്കുന്നതാണ്. അതായത് വിനാഗിരി, നാരങ്ങ നീര് പോലെയുള്ള സാധനങ്ങളൊക്കെ വീക്ക് ആസിഡ് ആണ്. അതിന്റെ ഡൈലൂട്ട് സൊല്യൂഷൻ നമുക്ക് ഫുഡിലൊക്കെ ചേർക്കാൻ പറ്റും. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്, ആസിഡിന്റെ പ്രോപ്പർട്ടീസ്. ആസിഡ് ഹാവ് എ സോർ ടേസ്റ്റ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞു ആസിഡിന്. രണ്ടാമത്തെ കാര്യം, ആസിഡ് ടേൺസ് ബ്ലൂ ലിറ്റ്മസ് ടു റെഡ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ആസിഡ് ടേൺസ് ബ്ലൂ ലിറ്റ്മസ് ടു റെഡ്. എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്. ഇപ്പോ ഇവിടെ നമ്മൾ ആസിഡ് ആണോ ആൽക്കലി ആണോ നമുക്ക് അറിയില്ല. നമ്മൾ റെഡ് ലിറ്റ്മസ് പേപ്പർ അതിലേക്ക് ഡിപ്പ് ചെയ്തു, മാറ്റമൊന്നും കണ്ടില്ല. ഇനി ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആണ് ഡിപ്പ് ചെയ്ത് അവിടെ, ഇപ്പൊ അത് റെഡ് കളർ ആയിട്ട് മാറി. അപ്പോ ഇത് ആസിഡ് ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. റെഡ് ലിറ്റ്മസിന് മാറ്റം വരുന്നില്ല, ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് ആയിട്ട് മാറിയാൽ അത് ആസിഡ് ആണെന്ന് മനസ്സിലാക്കാം. ആസിഡ് ടേൺ ബ്ലൂ ലിറ്റ്മസ് ടു റെഡ്. ആസിഡ് സൊല്യൂഷൻസ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അപ്പോൾ ആസിഡ് സൊല്യൂഷൻസ് ഇലക്ട്രോലൈറ്റ്സ് ആയിരിക്കും, അത് ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽസ് ടു ഫോം ഹൈഡ്രജൻ. ആസിഡും മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്താൽ അവിടെ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാക്കും. മെറ്റൽ പ്ലസ് ആസിഡ്, മെറ്റലും ആസിഡും കൂടെ ചേർക്കാം. മെറ്റൽ സോൾട്ട് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്. അപ്പൊ മെറ്റൽ പ്ലസ് ആസിഡ് ചേർത്താൽ കിട്ടുന്നത് മെറ്റൽ സോൾട്ട്. സോൾട്ട് പ്ലസ് ഹൈഡ്രജൻ ആണ് ആസിഡും മെറ്റലും റിയാക്ട് ചെയ്താൽ കിട്ടുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ, സിങ്ക് ഒരു മെറ്റലാണ്, പ്ലസ് H2SO4 aqueous solution, അത് ആസിഡാണ്, സൾഫ്യൂരിക് ആസിഡ്. ZnSO4 സിങ്ക് സൾഫേറ്റ് ഒരു സോൾട്ട് ആണ്, പ്ലസ് എന്തായിരിക്കും H2 ഗ്യാസ്, ഹൈഡ്രജൻ ഗ്യാസ് ആയിരിക്കും ഉണ്ടാവും.